നോക്കൂ, ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി കോസ്റ്റ്യൂമാണ്. നോക്കിയേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്, എങ്ങനെയുണ്ട് നോക്കിയേ. സൂപ്പർ. നോക്കിയേ നിങ്ങൾ നോക്കിയേ, ഇതിന് ഞങ്ങളുടെ നാട്ടിൽ താറാവ് മോറൻ എന്ന് പറയും കേട്ടോ. താറാവ് മോറൻ എങ്ങനെയുണ്ട്? സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തി, ഇൻസൈഡ് ചെയ്തു, പല ലുക്കായിരിക്കും. ഇനി പഴയ ഒരു ഷാറുഖ് ഖാനെ കാണിച്ചതാ. ഞങ്ങളൊന്നും നോക്കിയില്ല, 100 രൂപയ്ക്ക് ടീഷർട്ട് ഇട്ടാണ്, അത് മേടിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, നമ്മൾ ഇന്നും സെൻറ്റ് ജോസഫ്സ് കോളേജിലാണുള്ളത്, സ്കൂളിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളിവിടുത്തെ 2-3 സ്ഥലങ്ങളും കൂടെ കണ്ടിട്ട് നാളെ രാവിലെ ഇവിടുന്ന് നമ്മൾ നേരെ സിക്കിമിന് പോകും. അപ്പോൾ 2 കാര്യമാണ് നിങ്ങളോട് എനിക്ക് ആ സമയത്ത് പറയാനുള്ളത്. പണ്ട് നമ്മൾ ടി നെപ്പോളിയനെയും കൊണ്ട് സിക്കിമിൽ പോയപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട്, അതായത് ആ സിൽക്ക് റൂട്ടും മറ്റു സ്ഥലങ്ങളൊക്കെ പോയിരുന്നു. പക്ഷേ അതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പം അവിടുത്തെ നിയമം മാറി. അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ തദ്ദേശീയരായ ടാക്സിക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവിടുത്തെ വണ്ടിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സിക്കിമിലെ നമ്മുടെ യാത്ര, നമ്മുടെ വണ്ടി വാഹനമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സിക്കിമിലെ ഗാംഗ്ടോക്കിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഒരു കാരണവശാൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഞങ്ങൾ അവിടെ തന്നെ യാത്ര ചെയ്യും. യെസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ കൊച്ചുവിടെയുണ്ട്, അഭിരാമിയുണ്ട്, മമ്മിയുണ്ട്, പപ്പയുണ്ട്, അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ഓമിനി വിളിച്ച് ഞങ്ങൾ ഒരു ടിബറ്റ് കാണാൻ വേണ്ടി പോവാണ്. മൈക്ക് എൻ്റെ കയ്യിലാണ്. എല്ലാവർക്കും പനി പിടിച്ചു. ഇവിടുത്തെ മഞ്ഞും ഇവിടുത്തെ കാലാവസ്ഥയൊന്നും ആർക്കും പിടിക്കുന്നില്ല. നമ്മളെ കൂട്ടാതെ മൈക്കിൾ നിന്നെ കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ചതും മൈക്കിൾ ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും നടക്കൂല. അത് ഞാൻ പറഞ്ഞ അപ്പാപ്പൻ്റെ വണ്ടി വിളിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഓരോന്നോരോന്ന് വിളിച്ചു കഴിഞ്ഞാണല്ലോ എന്നെ സംഭവിക്കും. വേറെ പ്രശ്നമുണ്ട്, ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഇല്ല. ഹായ് ഭയ്യ, ഇതേ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്, അതായത് നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ, ഓമിനി സ്റ്റാൻഡ്. പിന്നെ അത് ഓമിനി സ്റ്റാൻഡ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടൂർ ബുക്ക് ചെയ്യാം, അതായത് ഇവിടുന്ന് പറഞ്ഞ് ഉറപ്പിക്കാം. ലിവിനെ പേശണം. എടി നമുക്ക് ജാപ്പനീസ് ടെമ്പിൾ ഇതിലേക്ക് കേട്ടോ, ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്ക്. ഇതാ ജാപ്പനീസ്, അതെ അത് വേറെ. നിങ്ങൾ തീരുമാനം എടുക്കുക ഇതിലോട്ട് പോകുന്നതെന്നുള്ള. जापानीज बुद्धिस्ट टेम्पल. हाउ मच? 7 आदमी है. 7 आदमी? बड़ा गाड़ी है. हाँ. ओ भाई मिलन इधर हेलो. एक कारण നമ്മൾ പൈസ ചോദിച്ചോണ്ടിരിക്കുകയാണ്. 1500 लगेगा. इंग्लिश में 15,000. 1500. 1500 मींस कैलकुलेटर में 1500. 1500. कितना? 13 कर दीजिए. नहीं है 15 का रेडी है. वो नहीं मैं दूसरा गाड़ी में जाएगा. ठीक है. അച്ഛൻ വന്നു. അച്ഛൻ ഓക്കെ പോവാ. കയറിക്കോ. അമിത ഫണ്ടി കയറിക്കോ. 1200 രൂപയ്ക്ക് ഉറപ്പിച്ചു. 1200 രൂപയ്ക്ക് നമ്മൾ ടൂർ ഉറപ്പിച്ചു. നാടുവിന്റെ കൂടുതലാണ്, പ്ലാഡുവിന്റെ കൂടുതലാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഇത്രയും അന്തർ ജനങ്ങൾ കയറ്. മൈക്കൽ കുട്ടീനെ ആദ്യം കയറാൻ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട്. പോട്ടെ. ആരാണ് ഫ്രണ്ടില് തീരുമാനിച്ചോ? മമ്മി പെണ്ണുങ്ങൾ അവിടെ ഇരുന്നു. ഫ്രണ്ടില് നീ അമിത്തി വരുന്നു. ഞാൻ അമിത്തോ? അല്ല നീ അമിത്തി വരുന്നവനെ. മൂത്തേറി ഇരിക്കട്ടെ, ഞാനങ്ങ് ബേക്ക് പിന്നാമ്പുറത്ത് പോയിരുന്നു. ഇവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റൂലടാ. 7 പേരും ഈ വണ്ടി കയറി. നല്ല കിടിലം വണ്ടി. എക്കോ മൊത്തം ചില്ലറ കിലോമീറ്റർ ഓൾറെഡി 5 കിലോമീറ്റർ മൊത്തം. ജാപ്പനീസ് ടെമ്പിൾ കാണാൻ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഡാലി മൊണാസ്ട്രി, ഇത് 2 കാണാൻ വേണ്ടി പോകുന്നത്. നല്ല കോടയും മൂടിയ കാലാവസ്ഥയാട്ടോ. അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുണ്ട്. അല്ലാതെ ലിബിയ പ്രകൃതിക്ക് മൂകതയാ. പിന്നെ മൊത്തത്തില് അതെ രാവിലെ തന്നെ മഞ്ഞ് കൊണ്ടായിട്ട് മൂകതയാക്കി. ഇന്നലെ എന്ന് വെച്ചാൽ കനത്ത മഴ. അയ്യോ, ഇന്നലെ 1 മണി വരെ നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മഴ. അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്തെ മഞ്ഞും. പെട്ടെന്നാട്ടോ ഇവിടെ ബ്ലോക്ക് ആവുക. കാരണം ഇവിടെ സ്ഥലമില്ല. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഈ റോഡിന്റെ സൈഡിൽ കൊണ്ട് വണ്ടിയും വെക്കും. പിന്നെ ഭയങ്കര കഷ്ടമായിരിക്കും. അല്ലടാ ലിബിനെ, പോലീസായിട്ട് നല്ല ഫൈനും കിട്ടും അല്ലേ. അതൊരു വലിയ പ്രശ്നം കേട്ടോ. ആരും ഇങ്ങനത്തെ വണ്ടിയിലേ കുറേ ആയിട്ട് യാത്രയൊന്നുമില്ല. അപ്പം ഭയങ്കര വാളാ പുറത്ത്. എനിക്ക് വാള് വെക്കാൻ തോന്നുന്നുണ്ട്. ഉണ്ടോ? ലിബിനുണ്ട്. ഇപ്പം എല്ലാം പ്രശ്നമായ നമ്മൾ ഇങ്ങനത്തെ വണ്ടിയിൽ ഞങ്ങളത് പരമേ നടന്നു പോകുന്നത്. കാരണം ഇത്ര അടച്ചുപൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അപ്പൻ ഛർദ്ദിച്ച് അവശനായി കേട്ടോ. എന്താ സംഭവം ഇന്ന് പരിചയമാണ് അവനെ. പരിചയമില്ലാത്തതിന്റെ കുഴപ്പം. ഒന്നാമത് ആരും അങ്ങനെ വലിയ വണ്ടി കയറി വലിയ പരിചയം ഇല്ല. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഏത് നിമിഷം
കിളിവാർന്ന ടീം. എനിക്ക് ഫോൺ താങ്ക് യു സാർ. അതായത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ പിന്നെ ഒന്നാമത്തെ കാര്യം ഫോൺ നോക്കാൻ പറ്റത്തില്ല യാത്ര ചെയ്യാൻ നേരത്ത്. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ബാലൻസ് ഇപ്പൊ ഈ കുടുംബത്തിൽ ഏറ്റവും കുഴപ്പമില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. ആ കുടുംബത്തിൽ നല്ലവനും കെട്ടവനും. കിളിയും കിളിക്കുഞ്ഞും കിളിക്കൂടും പാറി. എൻ്റെ പൊന്നെ, ഇങ്ങനത്തെ ഒരു വണ്ടിനകത്ത് കയറിയാൽ മതി കേട്ടോ, ഒന്നും മേടിക്കണ്ട, തലക്കെല്ലാം പിടിക്കും. ഇത് അപ്പനൊക്കെ ഇതാ നിന്ന് ഛർദ്ദിക്കുന്നു. എൻ്റെ അമ്മ, ഞാൻ ഒന്ന് തിരുമ്മി കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ എല്ലാവരും വന്നിട്ട് ഛർദ്ദിക്കുന്ന കേട്ടോ. ഗൈസ്, ഈ തൊട്ട് ബേക്കി കാണുന്നതാണ് ഡാർജിലിങ്ങിലെ ജാപ്പനീസ് ടെമ്പിൾ. ഞങ്ങൾ ഓൾറെഡി ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മേലോട്ട് പോകണം. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ അപ്പൻ്റെ ഒരു എന്താ പറയുക ആവേശകരമായിട്ടുള്ള വാള. ഇവൻ ഉറങ്ങുമ്പോൾ പാവമായി തോന്നും. ഞങ്ങളുടെ ടുണ്ടുമണിയാണ്, പക്ഷെ എണീറ്റ് കഴിഞ്ഞ ചക്കമണിയാണ്. എണീറ്റിരിക്കുന്നതാണ്. ആളുറങ്ങി, നമ്മൾ ഉറങ്ങിയിട്ടില്ല. എപ്പോഴും നല്ല ഉറക്കശീലമുണ്ട്. നിനക്കത് തന്നെ വേണം. നമുക്ക് ഈ വണ്ടിക്കാ പോകണ്ട കേട്ടോ, നമ്മുടെ വണ്ടിയല്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ, അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ജാപ്പനീസ് ടെമ്പിളിൻ്റെ ബുദ്ധ ഇരിക്കുന്ന സ്ഥലം. അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മെയിൻ അട്രാസിറ്റിയിൽ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അട്രാസിറ്റി അല്ല, മദ്രാസിറ്റി എന്ന് പറഞ്ഞ അട്രാക്ഷൻ. അതായത് ഈ കാണുന്ന ഇതിലെയാണ് കയറി പോകേണ്ടത്. അതിനാ ആ പിന്നെ എന്നാ ചിഞ്ചുറാണിക്ക് പിന്നെ എന്നാ വേണ്ട? അഭിരാമിയുടെ പേര് പറഞ്ഞ ചിഞ്ചുറാണി അല്ല, മഞ്ജുറാണി. ഷാറുഖാനിക്ക് വന്നാലും 100 രൂപ ഷാറുഖാൻ അവത്തം പറ്റിയല്ലോ തരുമോ? ഒന്ന് തിരിഞ്ഞ ഇവിടെ ചെറിയൊരു ഓട്ട. എടാ 1200 രൂപയ്ക്ക് അയാൾ പറഞ്ഞ വലിയ നഷ്ടമില്ല കേട്ടോ. അയാൾക്ക് നഷ്ടമാ. പാവടാ, ഓട്ടം കിട്ടാൻ വേണ്ടി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുക്കണേ. ഇതാണ് ജാപ്പനീസ് ടെമ്പിള്. ഇത് വേൾഡ് പീസ് പഗോഡ എന്ന് വെച്ചാല്, പഗോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന സ്തൂപം ഇരിക്കുന്ന സ്ഥലം, വേൾഡ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായില്ല, ലോക സമാധാനം. അപ്പൊ അഭിരാമി ബ്ലോഗ് ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ കൊളവാക്കും ഗൈസ്, ഞങ്ങൾ സമ്മതിക്കൂല. അഭിരാമി ബ്ലോഗ് ഇത് തടഞ്ഞിരിക്കുന്നു. നമുക്ക് ആദ്യം മേളിൽ പോയിട്ട് വരാം. പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നല്ലോ, സിംഗം വളരെ പഴയ ടെമ്പിൾ ആട്ടോ. ഒരു 96-97 ഒരു പഴക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സീസൺ അല്ലേ എന്നെ ജനമാടാ. അതെ, എനിക്ക് ഈ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും ആ കുഞ്ഞു കൊച്ച ഇപ്പം മൈക്കിളാന്ന് ഓർത്ത് ഞാൻ എടുത്തിട്ട് കുണ്ടിക്കിട്ട് അടി കൊടുത്താണ് ഇപ്പം അടി കിട്ടിയ. ഇപ്പം നല്ല കിട്ടിയ. ഞാൻ പറഞ്ഞു വന്നത് അത് ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും അൺസീസൺ ആകൂല, എപ്പോഴും ടൂറിസ്റ്റിലുണ്ടാവും. അഭിരാമി Where is Abhirami? And the Poo Vista video is shooting. Yeah. എന്തിയെ? ഏതാ മേ? കമ്മൽച്ചെടി. അതാ പറഞ്ഞേ, നമ്മുടെ കൂടുതലായി പഴയ ആൾക്കാരുണ്ടല്ലേ, പണ്ടത്തെ നമുക്ക് ഓരോ കാര്യങ്ങൾ. മമ്മീനെ നീ കളവിയൊക്കെയാണോ പഴയ ആൾക്കാരെന്ന് പറഞ്ഞിട്ട്? എത്ര പഴക്കമുണ്ടാവല്ലേ? ഇത് കാതലാണോ? എനിക്ക് ഇത് മറ്റേ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ഒന്നും അല്ലടാ. അതെ, എന്താ കാതലുള്ള സാധനം. ഇവിടെ വേറെ ഒന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? അതായത് വെട്ടിങ് അങ്ങനത്തെ കാര്യത്തിൽ ഫോട്ടോയും ലൈറ്റിംഗ് ഒന്നും ഇവിടെ വെക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചേക്കുന്നു. നോക്കിയേ, നമ്മളെ ഇനി കയറാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന നടകളാണ്. ഈ നട കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സൂപ്പർ ആയിരിക്കും. പക്ഷെ നിനക്ക് സൂപ്പർ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം. നിന്റെ മുടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഈ ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവന്ന് ഞാൻ കേട്ടോ. ഞാൻ എൻ്റെ മകനിൽ ആദ്യം പരീക്ഷിച്ചു, പിന്നെ ഞാൻ എൻ്റെ അനിയനിൽ പരീക്ഷിച്ചു. എനിക്കിനെ പരീക്ഷിക്കാനില്ല. ഞാൻ നല്ല കണ്ടന്റ് പറഞ്ഞു. മറ്റേ ഇതിനകത്ത് തൂച്ചേതേക്കാന്ന് പറഞ്ഞെങ്കിൽ അബ്രാമിനെ എടുത്ത് നീ അവിടം വരെ കയറുന്നോ? എന്റെ നടുവിന്റെ ഏർപ്പാട് നീ കൊച്ചിനമ്മ നിന്നെ എടുത്തോണ്ട് കൊടുക്കാൻ പറ്റും. ഒരു ക്ലൗഡി, ഒരു മൺസൂൺ ഫീലിംഗാ. അത് പിന്നെ മഴക്കാലത്തിന് മഴയല്ല പിന്നെ അല്ലടി ഞാനേ അങ്ങ് പറഞ്ഞ ഇവരുടെ സാരി ഉടുക്കൽ നോക്കിയ പ്രത്യേകത ഉണ്ട്. ഇവരുടെ ബ്ലൗസ് എല്ലാം വേറെ രീതിയിലുള്ള സാരി ഉടുക്കുന്നത് മാത്രം നോക്കി നിൽക്കരുത് കേട്ടോ. അതല്ല അവരെ പിന്നെ ഡ്രസ്സിങ് രീതിയൊക്കെ ഭയങ്കര വ്യത്യാസം. അപ്പൻ ആദ്യമായിട്ട് അങ്ങനെ ഇന്ന് യാത്രയിൽ ആദ്യ ഛർദി പൊട്ടിച്ചു കേട്ടോ. സന്തോഷമായി. പിന്നെ നിന്നെ പോലെ ഒരു വേൾഡ് സുന്ദരി ഉള്ളപ്പോ ഞാൻ വേറെ ആരെങ്കിലും നോക്കണോ? അങ്ങ് മേലെത്തിക്കഴിഞ്ഞാൽ ബുദ്ധയുടെ തൊട്ടടുത്തതും, അതായത് ബുദ്ധൻ്റെ തൊട്ടടുത്തതും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു സംവിധാനം ജപ്പാനിൽ മാത്രം കണ്ടുവരുന്ന ജാപ്പനീസ് ബുദ്ധ ടൈപ്പാണ്. അപ്പം വേറൊരു സംഭവമുണ്ട്, അതായത് നമ്മൾ ജപ്പാനിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നീ നിൽക്കുവാണ്, ഞാൻ നിൽക്കുവാന്ന് പറയാം. ഞങ്ങൾ ജപ്പാനിൽ പോകാൻ നിൽക്കുവാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉടനെ നീക്കണം. ഇനി അങ്ങോട്ട് യാത്രകളും പിന്നെ അതേപോലെ നമ്മളെ വേറെ 2-3 പരിപാടി ചെയ്യാൻ പ്ലാനുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും
ചൈനയിൽ ക്യാൻഡൻ ഫെയർ ആയിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നതോ അതിനായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടണം. ഞങ്ങൾക്കും ഈ പ്രാവശ്യത്തെ ക്യാൻഡൻ ഫെയറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും പോകണം. അന്നപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കഴിവുകളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? യെസ് ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഈ കാണുന്ന ജാപ്പനീസ് ടെമ്പിൾ ഉണ്ടല്ലോ 92-ലാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇതുള്ള ഒരു 36 മന്ത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഫുള്ളും അവർ കംപ്ലീറ്റ് ചെയ്തതൊക്കെ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 28.5 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു മൊണാസ്ട്രി തന്നെയാണ് നമ്മളിപ്പോൾ പഗോഡയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാട്ടാ, നല്ല സെറ്റപ്പായിട്ട് കാണാം. നമ്മളിത് രണ്ടാമത്തെ വട്ടം അല്ലേ? എനിക്ക് മൂന്നാമത്തെ വട്ടം. നമ്മൾ ഓമിനിയും കൊണ്ട് വന്നിട്ടുണ്ട്, ട്രാവലും കൊണ്ട് വന്നിട്ടുണ്ട്, ഇപ്പം ബസ്സും കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. ബുദ്ധന്റെ മൊണാസ്ട്രി ഇവിടെ വന്ന് കണ്ടു. ബുദ്ധന്റെ ജാപ്പനീസ് മൊണാസ്ട്രിയാ. നമ്മൾ മറ്റേ ഇവിടെ കണ്ടില്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദലാലാമയുടെ ഒക്കെ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബുദ്ധനെ കാണുന്നത്. ഇല്ല, പിന്നെ നല്ല നല്ല ചെടികള്, നല്ല നല്ല പൂക്കളും നല്ല ചെടികളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും, ഒരു സമാധാനം. ഇങ്ങോട്ട് വലിയ കുന്ന, പിന്നെ മരത്തെ നല്ല മരങ്ങള്, ഇങ്ങോട്ട് ഭയങ്കര കുഴി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അതായതുണ്ടല്ലോ, ഇത് ഈ കാണുന്ന ഗോൾഡൻ കളറിൽ അതിന് തൊട്ടു ബേക്കിൽ ജാപ്പനീസ് ലെറ്ററിൽ എഴുതി വെച്ചാക്കുന്ന ഒരു ബുദ്ധയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തിന് ഒന്ന് മൊണാസ്ട്രി അല്ലെ സ്തൂപ എന്ന് പറയും. ഈ സ്ഥലത്തിന് പഗോഡ എന്ന് പറയും. പഗോഡ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണോ പറയുക? പഗോഡ എന്നാണോ? കറക്റ്റ് അറിയത്തില്ല കേട്ടോ. നമ്മളങ്ങനെ പഗോഡ കണ്ടു കഴിഞ്ഞു. ജാപ്പനീസ് പഗോഡ അങ്ങനെ ഡാർജിലിംഗിലുള്ളത്. നമ്മളങ്ങനെ അടുത്തൊരു മൊണാസ്ട്രിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും താഴോട്ട് ഇറങ്ങി. അത്യാവശ്യം മഴ പെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം പോയ വണ്ടിക്കാരൻ്റെ കുറച്ച് തിരികേക്കാം. കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്, കൂടുതൽ അല്ല, നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ഉണ്ടായി മുട്ടറാൻ പിന്നെ ഉണ്ടല്ലേ. നമുക്കിപ്പോൾ ഓടി 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 താഴോട്ട് പോകാം. അവൻ ഇനി അതിന് വെയിറ്റിങ്ങിന് വേറെ പറയാൻ നമുക്ക് ദൈവത്തിന് അറിയാം. നമ്മൾ ആനേക പായേനെന്ന് പറഞ്ഞേ. നാളെ ഇവിടെ നമ്മൾ പോവും. ഇന്ന് വേണം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി റെസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് മറ്റേ സ്കൂൾ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്കൂളാണ്. ആ സ്കൂളുണ്ടല്ലോ, അതായത് സെൻറ്റ് ജോസഫ് നോർത്ത് പോയിന്റ് സ്കൂള്. ആ സ്കൂളിൽ ഒരു വർഷം പഠിക്കണതിൽ 4,80,000 രൂപയാണ് ഫീസ്. യുനോ ICIC പിന്നെ വേൾഡ് ക്ലാസ് ആൾക്കാരുടെ മക്കളൊക്കെയാണ് പഠിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അച്ഛൻ്റെ നമ്പർ വീഡിയോ ഡിസ്കഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പഠിക്കണേൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് പഠിക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചവരൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ എത്തി. ഇതാണ് നമ്മുടെ വണ്ടി. എല്ലാവരും കയറിക്കോ, എല്ലാവരും കയറി കേട്ടോ. അപ്പം വാളാം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്കാരന് നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ കിട്ടിയാൽ വളരെ ഉപകാരമാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും 2 മിനിറ്റ് പോലും നമ്മൾ നിൽക്കില്ല അല്ലേ? നമ്മൾ വന്നപ്പോൾ ഇത്ര വണ്ടി ഉണ്ടായിരുന്നു. നോക്കിയാൽ നിങ്ങൾ നോക്കി, അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്കി, ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, ഇങ്ങോട്ട് നോക്കി, അവിടെ ഇവിടെ ഒക്കെ നോക്കി. എന്തോരം വണ്ടികൾ. എങ്ങോട്ടും ബുദ്ധിമുട്ട് നോക്കാൻ നിങ്ങൾ ആകാശത്തോട്ട് നോക്കി. കയറി സ്ത്രീ അന്തർജനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി. എല്ലാവരും കയറിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വണ്ടിയുണ്ട്. നീ എന്നോടാ ഞങ്ങളോട് കളിക്കുന്നത്? കുണ്ടിക്ക് ഞങ്ങൾ നീ കാർ ഇപ്പൊ മിച്ചർ കിട്ടുന്നില്ല, അച്ചപ്പം കിട്ടുന്നില്ല, കൊല്ലപ്പം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അതെ, അടുത്ത ഡാലി മൊണാസ്ട്രിയിലേക്ക് പോവാണ്. ഇതുകൊണ്ട് ഈ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്കെല്ലാം പറഞ്ഞിരുന്ന അഭിരാമിയാണ്. എല്ലാരും അഭിരാമിനെ തെറി വിളിച്ചാൽ സ്കോട്ട് ഗെയിമിന്റെ മറ്റേ സാധനം ഫ്രണ്ട് തൂക്കിയിട്ടേക്കുന്നു. ഇത് പുള്ളിയുടെ മിററിന്റെ താഴെ നടുക്ക്. ഇത് ഡീസലവനെ. ഇത് ഡീസലാ. ഇഷ്ടംപോലെ സീറ്റ് ബാക്കിയാണുള്ളവനെ. എന്നിട്ട് ഇതിന് ടിക്കറ്റ് കിട്ടുകയില്ല. എന്ത് കഷ്ടമല്ലേ? ഇഷ്ടംപോലെ സീറ്റ് കാലിയാ. റൺ ചെയ്യുന്ന കാണുന്നത് എന്നാ അമിത്? നോക്കണം ട്രെയിന്. അതാണ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. നിർത്തി സ്റ്റോപ്പ് ഉണ്ട്. അപ്പം സ്റ്റോപ്പ് അല്ല, ഇവനെ ഫ്രണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി നിർത്തിയാക്കുന്നതായിരിക്കും. ഇനി ഫ്രണ്ട് ക്ലിയർ ആക്കിയാണ്ടോ ഫ്രണ്ട് നോക്കി അടുത്ത ആൾക്കാര് ഇവിടെ എന്തോ കുറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്നാ? സ്റ്റോപ്പ് മെയിൻ്റെനൻസ്. ഇവിടെ മെയിൻ്റെനൻസ് നടക്കുക. ഇവിടെ മെയിൻ്റെനൻസ് നടക്കുക. ഇപ്പോൾ ഇത് പണിയെടുക്കുന്നുണ്ടല്ലേ? അല്ല, അതിന്റെ അടിയിലെ മറ്റേ മണ്ണൊക്കെ വരുന്ന കേട്ടോ. എൻട്രി നോ പ്രോബ്ലം. ഗൈസ് ഫൈനലി ഞങ്ങൾ അടുത്ത സ്ഥലത്ത് ഇറങ്ങി. ഡാലി ഡുർക്ക് സിംഗ് നുങ് ചുങ്ക മൊണാസ്ട്രി അല്ലേ? വെസ്റ്റ് പോയിന്റ് ഡാലി തെൻസിങ്. വായിക്കാൻ ഭയങ്കര പാടാ. എനിക്ക് പറ്റുന്നൊരു കാര്യം പറയാം. ഇത് പുതിയ NH 110 ഓൾഡ് NH 55 വരുന്നത് കേട്ടോ. NH നാഷണൽ ഹൈവേ അല്ലേ ഇത്? ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഫയർ ആക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെ സംഭവം എന്നറിയാവോ? തീ കത്തുമ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കും. തീ കത്തി കഴിയുമ്പോൾ ഇവിടെ ഓടി എത്തും. മൺഡേ ക്ലോസ്ഡ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ കേട്ടോ. ഡോർ നമുക്ക് ഓപ്പൺ ആക്കി തന്നു.
വിസിറ്റിംഗ് ടൈം ഉണ്ട് 7 മണി തൊട്ട് 5 PM വരെ. അഭിരാമി പെതി വന്നാൽ മതിയേ. ഇതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് സ്റ്റേഷൻ. അങ്ങോട്ട് നോക്കിയാൽ അതല്ലേ ഞാൻ പറഞ്ഞേ, ഇവിടെ എന്തിന് ഒരു കാര്യമില്ല കേട്ടോ. ഇവിടുത്തെ ബ്ലോക്ക് വെച്ച് നോക്കാൻ ഫയർ സ്റ്റേഷൻ എവിടെ ഓടിയെത്താനാ? എത്തൂല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിയുമ്പോൾ ഇവിടെ എത്തും. ഓ, ലൈലാൻഡിന്റെ മറ്റേ സാധനം കണ്ടോ ഇവനെ? ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. വളരെ കുറവാണല്ലോ ഇവന്. വളരെ കുറവാണ്. 7 വെച്ച്. എടാ ട്രെയിൻ വരുന്നുണ്ട്. ലൈറ്റും കത്തിച്ച് ട്രെയിൻ വരുന്ന എന്താ രസം. ഓ, ഇത്ര അടുത്തോളം ആദ്യമായിട്ടല്ല കാണുന്നേ. ആ ഗൈസ്, അത് പഴയ ഹലോജൻ ലൈറ്റ് എന്നോ അടിയാന്ന് നോക്കിയേ. അതുപോലെ ചേർന്നാ പോകുന്നത്. നോക്കാൻ രണ്ടുപേരും ഫ്രണ്ടോട്ട് നോക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ട്. ആ ഗൈസ്, 2 ബോഗിയുള്ളൂ കേട്ടോ. ഇതിന് എത്രയെന്ന് അറിയാം? താഴെ വരെ 1400 രൂപ വരെയാണ് താഴെ വരെ. അങ്ങ് താഴെ വരെ പോകുന്നുണ്ട്. ഉണ്ടെന്ന് 1600 1400. ശരിയാ. സീസൺ ടൈമിൽ ഇങ്ങനെ വേരിയേഷൻ കുറച്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വന്നേ. 20 രൂപ ടിക്കറ്റിന് തന്നെ കൊടുക്കാം. സത്യം കേട്ടോ. സൂപ്പർ ടിക്കറ്റ്. ഇവിടെ മോങ്കാകാൻ പഠിക്കുന്ന പിള്ളേർ, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലച്ഛനാകാൻ വേണ്ടി പിള്ളേർ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഉസ്താദാകാൻ വേണ്ടിയൊക്കെ പിള്ളേർ പഠിക്കുന്ന ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ മോങ്കാൻ പറ്റുള്ളൂ. ഫ്ലാഗ് നിൽക്കുന്ന എന്നെ രസം നോക്കി. ഇത് ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയേ. ഇത് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു കൂട്ടോത്രം വെച്ചു. രാമമാർ നിൽക്കുന്ന നോക്കി. എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് നോക്കി കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ഇതേ എനിക്കൊന്ന് ആ ഭാഗം എന്നുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഭാഗം, ആ ഭാഗം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. പോയേക്കാം. നമുക്ക് ആ വശത്തോട്ട് സഞ്ചരിക്കാം. ഞങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ കഫേ ഉണ്ട്. ആ കഫേ കയറി 2 കുപ്പി വെള്ളം വാങ്ങി. ഇവിടെയാണ് കമ്പനി കിട്ടും. ഇവർ കമ്പനിയായിട്ട് ചതിക്കൂല. അത് കാരണം നല്ല വെള്ളം കിട്ടിയെന്ന് ദീപിച്ചാണ്. നല്ല വെള്ളം കുടിച്ചപ്പോൾ ഞാൻ മധുരയോ. സാധാരണ നമുക്ക് നമ്മളെ കൂടുതലുള്ള എല്ലാവരും ഉള്ളിലേക്ക് പോയി നമുക്കും പോകാം. നമ്മൾ നേരെ മുകളിലേക്ക് കയറുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് നമുക്ക് നല്ലൊരു ടെമ്പിൾ വേണം. നമസ്തേ. 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 നമ്മൾ നേരെ മോങ്കിനോട് നമസ്തേ പറഞ്ഞു. ഇവിടെ കീപ് ക്ലീൻ, എല്ലാം നല്ല സെറ്റപ്പ്, വൃത്തിയാട്ടോ. വൃത്തിയാണ്. എന്നെ ക്ലീനിങ്. അബ്രാമിക്ക് എങ്ങോട്ടാ പോയേ? നേപ്പാളി ഭാഷയാണോ ബുദ്ധിസ്റ്റ് ഭാഷയാണോ? നേപ്പാളി അല്ല, ടിബറ്റ് ഭാഷയാണ്. അതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ സ്തൂപകൾ നിൽക്കുന്നുണ്ടോ? ഈ ടിബറ്റ് എന്ന് പറഞ്ഞ രാജ്യമാണല്ലോ. അതെ ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. മെയിലാണ് ടെമ്പിൾ. ലൈവ് ടു ലവോ, ലവ് ടു ലവ്, ലീവ് ടു ലൈവ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലവ് ടു ലവ്. ഇതാണോ ടെമ്പിള്? എപ്പോഴും ഇവിടെ ഒരു ആൾക്കാരെ പ്രാർത്ഥിക്കട്ടെ. ഈ റോള് ഇങ്ങനെ ഉരുളുന്നത് പ്രാർത്ഥനയാണ്. അത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഈ വശത്തോട്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് നോട്ട് അലൗഡാണ്. അത് അതായത് മോങ്കുമാർ സ്ഥലങ്ങളാണ്. നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം മെയിൻ ടെമ്പിളിലേക്കാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറും. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ കയറിയോ? എന്നിട്ടോ ലഞ്ച് ടൈമാ? മാറിയോ കഴിഞ്ഞോ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ മെയിൻ ടെമ്പിളിലെത്തി. നമുക്ക് നേരെ ഉള്ളിൽ കയറാം. അതിന് മുന്നായിട്ട് അവർ ഭക്ഷണം കഴിക്കലും സംഭവങ്ങളാണെന്ന് പറഞ്ഞ് അത് കഴിയട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. മൈക്കിൾ അറിയാലോ, അവിടെ തകർത്ത് വാരിക്കൊണ്ട് നടക്കാം. അവനെല്ലാം സ്വന്തം ചെയ്യണം. അവനങ്ങനെ ആരും ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധയുടെ ഒരു കിഡിന് സ്തൂപ കാണാം, അതായത് സ്റ്റാച്ചു. പിന്നെ അതുകൂടാതെ ഇവിടെ നമുക്കൊരു ക്ലിനിക്ക് കാണാം. ഇതിന് മേലേക്ക് കയറി വരാൻ നേരത്തെ ഇവർ തന്നെ ആക്കിയെടുത്ത് വലിയൊരു ഗ്രൗണ്ട് പോലെ സ്ഥലമാണ്. ഇവിടെ വന്ന ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ എന്നെ വൃത്തിയാണെന്നറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആണ് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ എല്ലായിടത്തും ലൈവ് ടു ലൈവ്, അതായത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ലവ് അങ്ങനെയാണ് അതിൻ്റെ സംഭവം കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല അല്ലേ? അർത്ഥം ഷാറുഖാൻ അങ്ങോട്ടാ ഗൈസ്. ഇവിടെ നിന്ന് നല്ല കിഡിലും കഴിച്ചാണ്. നോക്കിയേ എൻ്റെ പൊന്നെ, ഇവിടുന്ന് കിട്ടുന്നൊരു വ്യൂ നോക്കിയാൽ അങ്ങോട്ട്. എന്റെ പൊന്നി ഇതന്നെ ഇത് എന്തൊരു രസമെന്നറിയോ കാണാൻ വേണ്ടി. മേഘത്തിന്റെ ഒലയുടെ ഒരു ഷോറൂം വേണം നിങ്ങൾക്ക്. ഇതാ ഇങ്ങോട്ട് നോക്കിയോ. എവിടെ? ഓല. ഇതാ ഒലയുടെ ഒരു ഷോറൂം. ഇതാ ഞാൻ വിചാരിച്ച തെങ്ങിന്റെ ഓല എന്നാണ് വിചാരിച്ചത്. നല്ലൊരു മൊണാക്സിയാണ്. നല്ല കൊത്തുപണികളും നല്ല നല്ല രൂപങ്ങളും പിന്നെ മൊത്തത്തിൽ നല്ല ഫ്ലവർ ചെടികളെ കൊണ്ട് നിറഞ്ഞ്. പപ്പ ഇത് എത്രാമത്തെ മൊണാസ്ട്രി ആണെന്ന് പപ്പ കുറേ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബുദ്ധൻ്റെ വലിയൊരു ഫ്രെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരുടെ ലഞ്ച് ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിനി അകത്ത് കയറി ബുദ്ധൻ്റെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പള്ളിയിലെയൊക്കെ പോലെ തന്നെ യഥാർത്ഥത്തിൽ ഉള്ളിൽ കയറി ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ ഇത് നോക്കിയേ, ഫ്ലാഗ് നോക്കിയേ, എന്ത് രസമാണ് കാണാൻ നോക്കിയേ. ഈ മൊണാസ്ട്രി കാണാൻ നല്ലതാണ്. പിന്നെ ഇതിന്റെ അകത്ത് കയറി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല. എന്റെ സംഭവം അറിയാവോ? ഫോട്ടോ എടുത്തിട്ട് അവിടെ അൽമ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോ എടുക്കില്ലെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ പ്രാവുണ്ട്. പ്രാവ് എന്നാ സമാധാനം ഉള്ളിടത്ത് പ്രാവ് വരുമെന്നാ പറയുന്നത്. ബുദ്ധന്റെ രൂപമുണ്ട്. പിന്നെ
ഇതിലെ താഴെ കൂടെ റെയിൻ പോകുന്നുണ്ട്. നമ്മളുണ്ടല്ലോ, ഞാൻ മനസ്സിൽ കണ്ടൊരു മൊണാസ്ട്രി നമ്മളുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒന്ന് അറിഞ്ഞൊന്ന് ചുറ്റിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഈ ലോകത്ത് വേറെ എവിടെയും പോകണ്ട. ചൈനയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ, ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു മൊണാസ്ട്രിയാണ്. അതീവ മനോഹരമാണ് ഇതിൻ്റെ കാണാൻ. എല്ലാതും കാണാൻ ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടുന്ന് കാണാനായിട്ട്. കോടയും ഇവിടെ നോക്കുമ്പോൾ ആ ഈ മരങ്ങളും എല്ലാം കൂടി വളരെ മനോഹരമാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു അവരുടെ. അപ്പോൾ കുറച്ച് നേരം ഇത് ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം നമുക്ക് കയറി കാണാനും എല്ലാത്തിനും അവസരമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അഭിരാമി, വേറൊരു കാര്യമുണ്ട്. പോയോ കൊച്ചേ? സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പിന്നെ സമയത്ത് ഇവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് സുഗന്ധദ്രവ്യങ്ങൾ. അതെ, നമ്മൾ കണ്ടു. ബുദ്ധിസ്റ്റുകാർ ഇന്ത്യയിലും നേപ്പാളിലുമാണ് ഇവരെ എല്ലാം സ്വതന്ത്രമായിട്ട് ഇവര് ഇതാക്കുന്നത്. അതെ, ഇന്ത്യ, നേപ്പാള്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ബാലിയുടെ ഭാഗത്ത് കുറച്ചുണ്ട്. പിന്നെ അതേപോലെ കംബോഡിയയിലുണ്ട്. നമ്മൾ മറ്റേ അരുണാചലിൽ കണ്ട പോലെ തന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. പക്ഷേ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങട്ടെ. എല്ലാവരും ഒന്ന് കണ്ട് നമ്മൾ നേരെ നമ്മുടെ ടാക്സിയുടെ അടുത്തോട്ട് പോകും. എന്നിട്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ വണ്ടി എടുത്തോട്ട് പോട്ടോ. ഫൈനലി ഞങ്ങൾ മൊണാസ്ട്രി കണ്ടു. ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും സൂപ്പർ മൊണാസ്ട്രി അരുണാചലിലെ, പിന്നെ ടിബറ്റിലൊരു മൊണാസ്ട്രി. ടിബറ്റിലെന്നാ സംഭവം ഇരുന്ന് ഇവനെ ടിബറ്റിലെത്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്, അവർ പറയുന്ന ചില സാധനങ്ങളെ വെച്ചിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഗവൺമെന്റ് പറഞ്ഞാണ് ചൈന വെച്ചേക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിഗ്രഹങ്ങളും യഥാർത്ഥ ആചരിക്കുന്ന സാധനങ്ങൾ വെച്ചേക്കുന്നത് അല്ലേ. രണ്ടാണ് ഇവിടെ. നമുക്കിനി നേരെ ടാക്സി എടുത്ത് പോവാം. നമുക്ക് നേരെ സെൻറ്റ് ജോസഫ് നോർത്ത് പബ്ലിക് സ്കൂളിലേക്ക് പോവാം. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ പിള്ളേർ പോകും. അപ്പോൾ അവിടെ സ്കൂൾ നിങ്ങളെ കാണിച്ചു തരാം. നല്ല രസമാണ്, കാണേണ്ട സ്കൂളാണ്. പൊങ്കുമാരാകാൻ പഠിക്കുന്ന പിള്ളേർ വരുന്ന നോക്കിയാൽ ദൂരെ പേരാടാ. ഇവിടെ സ്റ്റുഡൻസ് കൂടുതലാട്ടോ. അതെ. ഇത് ചോറ് കഴിച്ചിട്ട് വരില്ല എന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു അവരെ പഠിക്കുന്നാടി. പറ മോനെ. അപ്പനെന്നാ എന്തിനാറിയോ, ഇവനെ അപ്പനെടുത്ത് കഴിഞ്ഞാ എബി താഴത്ത് ഇറക്കൂനെ, ഞാൻ അമ്മ താഴത്ത് ഇറക്കില്ല. അവനോട് ഓടി നടക്കാം. ഓടിക്കോ, ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് വെറുതെയാ. അമ്മ കൊച്ചിനെ എപ്പോഴും എടുത്തോണ്ട് നടന്നാൽ മതിയോ? കൊച്ചിച്ചിലൊക്കെ കാലൊക്കെ നടക്കട്ടെ. അവരാണ് ക്യാമറ ഫൈവ് ഉണ്ടല്ലോ. പിന്നെ എന്നിട്ട് ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടിയിലെത്തി. നല്ല മഴയായിരുന്നു. മൈക്കിൾ ഇത് എണീറ്റിരിക്കുന്നു കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ഡൗൺ ആയിട്ട് പോയി ചെറുക്കനാണ്. ഇങ്ങോട്ട് നീ എന്താടാ കുറ്റം പറയുന്നേ? അപ്പനാണ് നോക്കൂല, കാരണം കൂടിയിട്ട് അടിക്കും കേട്ടോ. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോട്ടോ. യെസ്, ഫൈനലി നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. അവരമ്മ 1200 കൊടുത്തു കേട്ടോ. ചൗചൗവിന് എത്ര വില എന്ന് ചോദിക്കട്ടെ. കിतना है? 20 രൂപയുള്ളൂ കിലോയ്ക്ക്. ഒരു 4 കിലോ മേടിക്കുവനെ. പപ്പ 20 രൂപ അച്ചാറിട്ട് തരപ്പേ. ഇതാണ് സിക്കിമിന് വന്ന ഒരു റൂട്ട്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് എത്തും. നമ്മുടെ വണ്ടി പോകില്ല, ഇവിടുന്ന് തന്നെ ലൈൻ ബോട്ടിൽ തുടങ്ങും. അതുകൊണ്ട് നടക്കൂല കേട്ടോ. നമുക്ക് നേരെ കോളേജിൽ കയറാം. 20 രൂപയുടെ കരിവേപ്പില കേട്ടോ. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടാറില്ല. കരിപ്പത്ത കറി ലിപ്സ്. നേരെ നമുക്ക് കയറാം. ലിബിയൊക്കെ ഓൾറെഡി പോയി. ലിബിന 3 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 മണിക്ക് ശേഷം നമുക്ക് കോളേജ് കാണാം. ഞങ്ങൾ ഓൾറെഡി കോളേജ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ മഴയായിരുന്നു. നമ്മൾ പോയ സ്ഥലത്ത് ഇവിടെ മഴയില്ലായിരുന്നല്ലോ. പിന്നെ ആ മറ്റേ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ മഴയല്ലാതെ ഇത് ചൗചൗ. ഇത് ചൗചൗ. ഇത് ഉപ്പിലിട്ട് കഴിക്കണം. എന്നോ ടേസ്റ്റാന്ന് അറിയാമോ? ഇത് അച്ചാറുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പാവയ്ക്ക കരിങ്കല്ല് പോലെ ഇരിക്കും. ഏതോ ഇല്ല പുളി. പിള്ളേരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. രാവിലെയൊക്കെ വലിയ പിള്ളേർ, ഇപ്പം ചെറിയ പിള്ളേർ. നമ്മളൊക്കെ ഞാൻ ഈ സ്കൂളിലെ പിന്നെ ഉൾവശം പൂളൊക്കെ കാണിച്ചു കേട്ടോ. 45 മിനിറ്റ് ഇവിടെ ഡ്രിൽ പീരീഡ് ഉണ്ട്. രാവിലെ തൊട്ട് എല്ലാവരും വീക്ഷിച്ചോണ്ട് ചെയ്യുന്നു. എല്ലാവരും ഫുട്ബോളിനോടാണ് ഭയങ്കര ക്രേസ്. ക്രിക്കറ്റിനോട് അതിന് ക്രേസ് ഇല്ല ഇവിടെ. ഇപ്പോൾ ഈ കയറി വരുന്ന സാധനമാണ് ഡാർജിലിംഗിലെ കേബിൾ കാർ. ഇത് ഇവിടെ ഉണ്ട്, ഗാങ്ടോക്കിലുണ്ട്. ഇത് കാലിയാണല്ലോ ലിവിനെ.
എബിനെ അതായത് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് 10 മിനിറ്റ് അവിടെ നിൽക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലടാ ലിബിനെ, അതിന് സംഭവം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കര കോട മൂടി കിടക്കുമല്ലേ, ഇത് കയറിയിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ വരുന്ന ഗസ്റ്റുകളില്ലേ, അവർ പെട്ടിട്ട് കയറും, അല്ല ഇവിടെയുള്ള ആൾക്കാരൊന്നും കയറൂല. കോട ഇല്ലാത്ത സമയത്ത് കയറി കഴിഞ്ഞാൽ ഇത് രസമുള്ളൂ. ഓരോന്നായിട്ട് വരുന്ന നോക്കിയത് ഒരെണ്ണം ഉള്ളു കേട്ടോ. ആ ഒരെണ്ണത്തിന് വേണ്ടിയാണ് ഈ കറക്കുന്നത്. ഇത് ഒരെണ്ണം, ആളൊന്നുമില്ല, ആളോ പേരോ ഒന്നുമില്ല. നോക്കി കാലിക്ക് പോവാ. പഴയ മോഡൽ സാധനമാടാ ഇവനെ, സാധനമല്ലേ, പഴയ മോഡലാട്ടോ. നമ്മൾ 4 കൊല്ലം മുന്നേ വരുമ്പോൾ ഇതുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ പണ്ട് വന്ന് നമ്മുടെ TT നെപ്പോളിയൻ ഓമിനിയൊക്കെ പാർക്ക് ചെയ്ത് ഈ സ്ഥലത്താട്ടോ. ഇവിടെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സ്കൂൾ തുടങ്ങി, അന്ന് കൊറോണ ആയിരുന്നല്ലോ. അപ്പോൾ സ്കൂൾ തുടങ്ങി, അപ്പോൾ ഇവിടെ ബസ്സുകളൊക്കെ ഇടുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലം ഇതുണ്ട്. ഇവിടെ നിന്നൊക്കെ സ്കൂളിൻ്റെ ഒരു യഥാർത്ഥ മുഖവും ആ ലുക്കും സംഭവമൊക്കെയാണ് ഇവിടെ വരണം അല്ലേടാ. അതെ എബിനെ, അതേപോലെ തന്നെ ഇവിടെ കിട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതെ അല്ലേ, ഇത് ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനുള്ള പൂളാട്ടോ. അതായത് ഇവിടെ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ കുളിക്കാൻ അനുമതിയുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അത് നല്ല ചൂടുവെള്ളത്തിൽ ഇവിടെ കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചില സമയത്ത് പൂള് ചൂടുവെള്ളം ആഴം കൂടുതൽ, ഇവിടെ ആഴം കുറവാണ്. എൻ്റെ കൊച്ചുങ്ങാനും ഇത് കണ്ട തീരുമാനം. ഇപ്പം ബ്രദർ വരും, അപ്പം ബ്രദറിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് നമുക്ക് കോളേജ് കാണും. 135 വർഷം പഴക്കമുള്ള കോളേജ്. എന്ന് നോക്കിയാൽ അതിൻ്റെ മേളിലേക്കൊക്കെ നോക്കാൻ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഇത് ജെസ്യൂട്ട് ഫാദേഴ്സ് നടത്തുന്ന കോളേജാണ്, സെൻറ്റ് ജോസഫ് നോർത്ത് പോയിന്റ് സ്കൂൾ. ഇത് ഇവിടെയൊക്കെയാണ് നമ്മൾ ഓമിനിയൊക്കെ വന്ന് കംപ്ലൈൻ്റ് ആയപ്പം കിടന്ന സ്ഥലം. ഇത് എത്ര നാളെ കിടന്നല്ലേ, ഒരു മാസത്തോളം ഇവിടെ കിടന്നു. ഇതാ ഈ സ്ഥലത്തൊക്കെ കിടന്നു. ഇനിയിപ്പോൾ ഒരു യാത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഞങ്ങൾ പോയ വഴികളൊക്കെ ഞങ്ങളുടെ ഫാമിലീനെ കാണിക്കുക എന്നുള്ള വിഷയം. അതാണ് നമ്മുടെ ചെമ്പേരിക്കാരൻ ബ്രദർ. ബാ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാണുന്ന മൊത്തം ഈ സ്കൂളിൽ 135 വർഷമായല്ലോ. പണ്ട് കാലം മുതലുള്ള റെക്ടർമാരാണ്. 137 വർഷമായിട്ടിരിക്കുന്നത്. ഇതല്ല ഇപ്പോഴത്തെ റെക്ടർ. ഇത് സ്റ്റാൻലി വർഗീസ് SJ. ശരി, 2020 വന്ന്. ബാക്കി ഇതൊക്കെ പുറത്തുള്ളവരല്ലേ? ആണോ? കനേഡിയനും ബെൽജിയൻസും. ഗൈസ് വരൂ, നമുക്ക് ഒരു ക്ലാസ് റൂം കാണാം. ഇതാണ് സ്കൂളിൻ്റെ ഉൾവശം. ഇത് എങ്ങോട്ട് നോക്കി, നല്ല കിടിലൻ. ഇതിനൊരു പ്രത്യേക ഫ്രെയിമുകളാണ്. നടുമുറ്റമില്ലേ, ആ സെറ്റപ്പാണ്. അങ്ങോട്ട് ഞാൻ വരാം. അപ്പം ഇവിടെ ഉണ്ടാവുമല്ലോ വിൻസെൻ്റ് എന്ന് പറഞ്ഞ. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് സ്കൂളിൻ്റെ ഒരു ഉൾവശം എന്നൊക്കെ പറഞ്ഞത്. അതായത് ഇവിടെ പഠിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ സീറ്റ് കിട്ടാൻ പാടാം. പിന്നെ ഇവിടെ നമുക്ക് ബോർഡിംഗ് ഇന്ന് പഠിക്കണേ ഒരു 4,80,000 രൂപ ഒരു വർഷത്തേക്ക് വേണം. ഇനി അതല്ല ബോർഡിംഗ് അല്ലേ 2,00,000 സംതിങ് എത്രയാണ് വേണം. ഏതാ പിള്ളേർക്ക് കളിച്ചിട്ട് ട്രോഫി കിട്ടുന്നത്. ഇത് കൊള്ളാലോ പരിപാടി. ഇത് ICIC കേട്ടോ. നമ്മൾക്ക് എത്ര തല വേണം നമ്മളെപ്പോലെ. ഇത് പിള്ളേർ കളിച്ച് കിട്ടുന്ന. ഇതാണ് ട്രോഫി റൂം. എല്ലാ ബിൽഡിംഗ് കപ്പും ഉണ്ടല്ലോ ഇവിടെ. ഇത് ഖുറാൻ, ഇത് ബുദ്ധിസ്റ്റ്. ഇത് ബൈബിള്. ഇത് പഴയ ബൈബിളാ. ഇത് വ്യത്യാസമുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ബൈബിളാ. ഇതെന്നാ രാമായണോ? ഗീത. എല്ലാ മതഗ്രന്ഥങ്ങളും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഗസ്റ്റ് റൂമാ. അവിടെ നിൽക്കട്ടെ, പറയട്ടെ. ഇദ്ദേഹം നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്, കണ്ണൂരുകാരനാണ്, അതായത് ചെമ്പേരിക്കാരനാണ്. ബ്രദർ വിൻസെൻ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 വർഷം. ഞാനിവിടെ വന്നിട്ട് 8 വർഷമായി. നമ്മുടെ ഓമിനി ആദ്യമായിട്ട് കംപ്ലൈൻ്റ് ആയി പോയി കുഴി കിടന്നപ്പം ഇടാനൊരു സ്ഥലമില്ലാണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇടാൻ സ്ഥലം തന്നു. അങ്ങനെയാണ് പരിചയം. ബ്രദറിൻ്റെ ഓഫീസ് സ്പേസ് കേട്ടോ. ഇവിടെയാണ് ബ്രദർ ഇരുന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത് ബ്രദർ ഇവിടുത്തെ മേളിലാണ് താമസിക്കുന്ന റൂമിൽ. അന്ന് വരാൻ നേരത്ത് ഇവിടെ മറ്റേ ഹീറ്ററൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഗൈസ്. അതായത് ഇതിൻ്റെ നടുമുറ്റം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വേറെ ഗ്രൗണ്ടുമായിട്ടുള്ള വേറൊരു നടുമുറ്റമുണ്ട്. ഇത് കൂടാതെ വേറെ ഗ്രൗണ്ടും ഉണ്ട്. ഇതല്ലേ ഒരെണ്ണം കൂടി ഇല്ലേ ബ്രദറെ? ഇതിൻ്റെ അപ്പുറം ഇല്ലേ? ഇതിങ്ങനെ കോണോട് കോണാണ് കേട്ടോ. ഇത് ക്വാർട്ടറാങ്കിൾ. അത് തന്നെ മറ്റേ നമ്മുടെ നടുമുറ്റ സെറ്റപ്പ് അല്ലേ? കോട്ടിട്ട് പിള്ളേരല്ലേ, ഇവരെല്ലാം ബോർഡിങ്ങുകാരാണ്. ക്ലാസ് റൂം കാണിച്ചു തരാം. ഇതാണ് ക്ലാസ് റൂം. ഇരിക്കാനുള്ള സംഭവങ്ങൾ. ഇതാണ് സ്മാർട്ട് TV എന്ന് പറയുന്ന സംഭവം. അതായത് ഇങ്ങനെ ടച്ച് ചെയ്ത് പഠിപ്പിക്കും. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്താണ്. ഇപ്പം എല്ലാം മാറിയല്ലോ, പല സ്ഥലത്തും ഇങ്ങനെയാണ്. ഇത് ഓണാക്കിയിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റോടുകൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെയല്ലേ. ഈ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ കാലത്തിനൊപ്പം മാറിയ കോളേജുകളാണ് അല്ലേ? ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ പഠിപ്പിക്കാം. അതായത് എന്താ പറയുക, ഇവിടെ സീറ്റ് കിട്ടൽ പാടാണ്. അതായത് നമ്മളെടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സീറ്റ് കിട്ടണേ പാടുപെടും. പിന്നെ അത് മാത്രമല്ല വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റഡി റൂം എന്നാണ് ബ്രദർ അതിന് പറയുന്നത്. ഗൈസ് ഇതാണ് സ്റ്റഡി റൂം കേട്ടോ.
എന്നാ സെറ്റപ്പാന്ന് നോക്കി. അന്ന് ഞങ്ങൾ കയറി, അന്ന് കൊറോണ സമയത്ത് നമ്മൾ കയറി കിടന്നു. പക്ഷേ പിള്ളേരില്ലല്ലോ ഇവിടെ നമുക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. അതേ സമയത്ത് ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാത്തിനും കോച്ചിങ് അടക്കമുണ്ട് ഇവിടെ. ക്ലൈമറ്റ് സൂപ്പറായിരിക്കും. ശിഖർ ധവാന്റെ അക്കാഡമി, സ്പോർട്സ് അക്കാഡമിയിൽ നിന്ന് 3 പേര് ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. 3 വർഷത്തെ കോൺട്രാക്റ്റിൽ ശിഖർ ധവാന്റെ അക്കാദമിയിൽ നിന്ന് ക്രിക്കറ്റർ ശിഖർ ധവാൻ. പുള്ളിക്ക് സ്പോർട്സ് അക്കാഡമി ഉണ്ട് ഹരിയാനയിൽ. അവിടുന്ന് ഞങ്ങളുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടി ഫുട്ബോള്, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ കോച്ച് ചെയ്യാൻ വേണ്ടി 3 പേരെ അവർ വിടാൻ വേണ്ടി. അതായത് ഇതാണ് കുട്ടികളുടെ ബോർഡിങ്ങിലുള്ള കുട്ടികളുടെ ഡൈനിങ് ഹാൾ ആട്ടോ കാണുന്നത്. LD ULD SD ഡൈനിങ് ഹാൾ എന്ന് വെച്ചാൽ ബ്രദറെ, LD ULD SD എന്ന് വെച്ചാൽ അതിന് LP UP ഹൈസ്കൂളാണ്. ഓ ഗൈസ്, ഇത് ബോർഡിങ് നിൽക്കുന്ന പിള്ളേർക്കുള്ള കേട്ടോ. എല്ലാം കഴിഞ്ഞു, ഇപ്പം ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇത് ഇത്ര വലിയ സെറ്റപ്പാ. ഇവിടെ ഇവിടെ ഒന്നും നമ്മൾ വന്നില്ലല്ലോ. ഇല്ല, അന്ന് വന്നില്ല. ഇല്ല. ചായ, സ്നാക്സ് ഇവിടെ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ഡിന്നർ. ഇവിടെ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ, ബീഫ് വേണ്ടവർക്ക് ബീഫ്, മട്ടൻ വേണ്ടവർക്ക് മട്ടൻ, പോർക്ക് വേണ്ടവർക്ക് പോർക്ക്. ഇഷ്ടമുള്ള കഴിക്കാം. എല്ലാ ദിവസവും നോൺ വെജ് ഇല്ലേ? എവറി ഡേ നോൺ വെജ് ഗൈസ്. പാൻട്രി. ഓ, ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഓ, എന്ന് സെറ്റപ്പായിട്ട് പാത്രങ്ങളൊക്കെ അടുക്കി വൃത്തിയാക്കി വെച്ചേക്കണം നോക്കിയേ. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇതെന്നാ പ്രൈമറി ചിൽഡ്രൻ, അവരുടെ കുഞ്ഞു പിള്ളേരുടെ എത്ര വയസ്സ് വരെയുള്ള? ഓ, 3 മുതൽ 5 വരെയുള്ള പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. എല്ലാം മറ്റേ നമ്മുടെ ഈ കോണ്ടിനെൻ്റൽ സ്റ്റൈലാ? ഈ ഡൈനിങ് ഒക്കെ സ്പൂൺ ആൻഡ് ഫോർക്ക് നിർബന്ധമാണ്. ഇത് പിള്ളേർക്കുള്ള പിസയാ? ഓ, ഇതിനി അവർ വരുമോ? അല്ല, ഡിന്നറാ ഇത്? ഇന്നലെ ഡിന്നറിന് അവർക്ക് ഇത് ചിക്കനാ? ഈ ബേക്കറി ഒക്കെ കാണുന്നത് ബേക്കറി സെക്ഷൻ. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്നിടത്തുണ്ട്. സാധാരണ ഒരു കോളേജിൽ പാൻ കേക്ക് ആണല്ലോ ഇരിക്കുന്നത്. നാളത്തേക്കുള്ള ബ്രെഡ് അതിവിടെ ഉണ്ടാക്കിയത് പിള്ളേർക്ക് രാവിലത്തേക്കാ? ഫ്രഷ് ബ്രെഡ് എല്ലാവർക്കും. ഓ, അപ്പം ബേക്കറി ആളും ഉണ്ട് കേട്ടോ. ഇവിടെ ബേക്കറി സെക്ഷൻ ഉണ്ട്. അല്ല, ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. അതായത് ആയിക്കോട്ടെ ഗൈസ്, നോക്കൂ. അതായത് പപ്പയും മമ്മി അഭിരാമി ഒന്നും കണ്ടില്ല. ഇത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതവനെ കിട്ടില്ല ഗ്രൗണ്ട്. അത് ഗ്രൗണ്ട് അല്ലല്ലോ. അല്ല, ഇതാണ് ഗ്രൗണ്ട്. ഇത് വേറെ ഗ്രൗണ്ടാ? ഇവിടെയാണ് വലിയ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട്. വലിയ പിള്ളേരെ കളിക്കുന്നേ. ഞാൻ ഇവിടെ വന്ന് നോക്കി. സൂപ്പർ കളിക്കാരാണല്ലോ. എടാ അമിതേ, നമ്മൾ നേരത്തെ കണ്ടവരൊക്കെ അവരിവിടെയാടാ കളിക്കുന്നത്. ബോളൊക്കെ പൊങ്ങി നോക്കി. ഇവരെങ്ങനെയാടാ ഈ മഞ്ഞത്ത് ഇത് കാണുന്നത്? അവർ കാണില്ല. ബോള് താഴെ പോയതുണ്ടല്ലേ.